അങ്ങനെ സഞ്ജു ടെക്കിയുടെ പുതിയൊരു വീഡിയോയും കൂടി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ സങ്കടമൊക്കെ തോന്നി. എന്നെ തെറി വിളിച്ച ആൾക്കാരും ഇതിൻ്റെ ഇടയിലുണ്ട്. സഞ്ജു ടെക്കിയെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതല്ല, നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതാണ്. ഇങ്ങനൊരു കാര്യം വന്നപ്പം ഒരാളെ മാത്രം മാക്സിമം ഹറാസ് ചെയ്യുന്നൊരു രീതിയിലുള്ള ഒരു പെരുമാറ്റം വന്നതുകൊണ്ട് അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്തതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ആ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ്. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം. അപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ ഓടിക്കുന്ന വണ്ടി അത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കണം എന്നുള്ളത് അത് റൂളാണ്. പിന്നെ ക്യാമറയുടെ മുമ്പിൽ മാത്രം ഹെൽമെറ്റ് വെക്കാതെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് വെക്കണം, അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇടണം. പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ, അതായത് നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ബാക്കിയുള്ളവരോട് ഇതുപോലെ നടന്ന ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കേസുകളുടെ ഇടയിൽ ചില ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രവണതയോട് ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. അത് എൻ്റെ മാത്രം ഒപ്പീനിയൻ ആയിരുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ ആയ തന്നെ എനിക്കിന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റതും കണ്ടത് ഒരു പൂരി തെറി വിളിച്ചിട്ട്, ഒരു പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇട്ട്, സോറി ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്കതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല. എങ്ങനെ ഈ മനുഷ്യൻ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് കേട്ടിട്ട് എങ്ങനെ നിങ്ങളത് വായിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു? ഒരു വീഡിയോ തന്നെ ആയിരക്കണക്കിന് നെഗറ്റീവ് കമൻസ് വരുന്ന സമയത്ത് എങ്ങനെ അവർ സഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിക്കുമായിരുന്നു. അപ്പം ഇന്നിപ്പം ഇറങ്ങിയ വീഡിയോനെ കുറിച്ചൊരു കാര്യം പറയാം. ഇന്ന് ഇറങ്ങിയ വീഡിയോയിൽ സത്യത്തിൽ ഡ്രൈവർ സീറ്റിൽ പുള്ളിക്കാരൻ്റെ ലവറിനെയും പിന്നെ ഇപ്പുറത്തെ സീറ്റിലിരുന്നിട്ടാണ് ഈ വീഡിയോ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാര്യം ആളുടെ സംസാരത്തിൽ തന്നെ അറിയാം. ആ എന്താ പറയുക, ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്: ഇനി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. പക്ഷേ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ എന്താ പറയുക, ലവർ എനിക്ക് വേണ്ടി വണ്ടി ഓടിക്കും, നീയാണ് ഇനി മുതൽ എൻ്റെ ലവർ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി അത് തിരുത്തിയിട്ട് ഞാൻ നിൻ്റെ ലവറല്ല, ഞാൻ നിൻ്റെ ഡ്രൈവറല്ല, സോറി ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട്, നീയാണ് എൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരി പറഞ്ഞു ഞാൻ നിൻ്റെ ഡ്രൈവറല്ല, ഞാൻ നിൻ്റെ ലവറാന്ന് പറഞ്ഞിട്ട് ആ ഒരു തിരുത്തൊക്കെ വന്നു. പിന്നെ ആ ഇതുവരെ യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു, പുറത്തോട്ട് പോകാൻ പറ്റില്ല, ആലപ്പുഴയിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് ഇന്നാണ് പുറത്തോട്ട് പോയിന്നോണ്ടൊരു വ്ളോഗ് ഇപ്പം ഈ കുറച്ച് മുമ്പ് 2 മണിക്കൂർ മുമ്പ് ഒരു വ്ളോഗ് ഇറങ്ങി. ഇനി എന്താകുമെന്ന് അറിയത്തില്ല. ഇത്രയും നാളെ വണ്ടിയൊക്കെ ഓടിച്ച് ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന ആള് ഇപ്പം നേരെ ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറി ഇങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു വ്ളോഗ് ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇപ്പുറത്ത് ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ നല്ല വിഷമം ഉണ്ടെങ്കിലും എന്താ പറയുക, ഇപ്പം ഒരു ചെറിയ ഹാപ്പി മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരൊറ്റ ഐഡിയ ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ പറയണേ. പിന്നെ ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല. ചെയ്ത കാര്യങ്ങളിൽ ചെയ്തത് തെറ്റ് തന്നെയാണ്, തെറ്റിന് തെറ്റ് തന്നെയാണ് നമ്മൾ പറയും. അപ്പം അതിനല്ലാതെ വേറെയും കുറേ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടല്ലോ. അവരെയും കൂടെ ഇതുപോലെ തന്നെ എന്നാ പറയുക, അവർക്ക് കൊടുക്കേണ്ട ശിക്ഷയും കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അതൊരു മാന്യതയല്ലേ. അപ്പം എല്ലാവർക്കും ഒരേപോലെ നിയമം ഒരുപോലെ ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, നമ്മുടെ എല്ലാവരും ആഗ്രഹം തന്നെ അല്ലേ. ചിലർക്ക് ചില ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് മാത്രം ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സൈഡ് വഴി നടന്നു പോകുന്നു. ബാക്കിയുള്ളവരുടെ കാര്യം എന്തായാലും എങ്ങനെയും കുഴപ്പമില്ല എന്നുള്ള നിയമത്തെക്കുറിച്ച് അതിനോട് എനിക്ക് താല്പര്യമില്ല. അതിപ്പം ഞാൻ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്നതല്ല, അതിൻ്റെ ഇടയിൽ കളിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ഇനിയിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെയൊന്നും പറഞ്ഞില്ല. ഞാൻ നിങ്ങളെ കുറ്റം പറയാനായിട്ട് വന്നതല്ല. എനിക്ക് എൻ്റെ ഇതുപോലുള്ള കണ്ടൻറ്റ് വീഡിയോസ് ഇട്ട് ജീവിച്ചു പോകാൻ എന്താ പറയുക, ഞാൻ ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഞാൻ വേറെ ജോലി ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇട്ടേക്കണേ, അതിൻ്റെ റീസണും കൂടി എഴുതിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചെക്ക് ബൈ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചെക്ക് ബൈ.